ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠര് രാജീവരുടെ ജാമ്യ ഹർജിയിൽ നാളെയും വാദം തുടരും. പ്രതിഭാഗം വാദം ഇന്ന് വിജിലൻസ് കോടതിയിൽ പൂർത്തിയായി. നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് പ്രോസിക്യൂഷൻ വാദം നടക്കും. ലിജോ റോളൻസ് ചേരുകയാണ്. ലിജോ, തന്ത്രിക്ക് ജാമ്യം നൽകേണ്ടതില്ല എന്ന് പ്രോസിക്യൂഷൻ സ്വാഭാവികമായി പറയുമായിരിക്കും. അതിനുള്ള വാദങ്ങൾ എന്തൊക്കെയായിരിക്കും പ്രോസിക്യൂഷൻ നിരത്തുക? മഹേഷ്, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്ത്രി കണ്ഠര് രാജീവര് 2 കേസുകളിലും സമർപ്പിച്ച ജാമ്യ ഹർജിയാണെന്ന് ഒരുമിച്ച് കോടതി പരിഗണിച്ചത്. അതായത് രാവിലെ ഏകദേശം 12 മണിക്ക് തുടങ്ങിയ വാദം 2 മണി വരെ നീണ്ടുനിന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അത്രത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു വാദമുണ്ടായിരുന്നു. തന്ത്രിക്ക് വേണ്ടി ഹാജരായത് മുതിർന്ന അഭിഭാഷകരായിട്ടുള്ള ബി രാമൻപിള്ളയായിരുന്നു. ഓൺലൈനായിട്ടായിരുന്നു ഹാജരാകുകയും തന്ത്രിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ കോടതിയിൽ അറിയിക്കുകയും ചെയ്തത്. ചില ഉത്തരവുകളും കാര്യങ്ങളും ഒപ്പം മറ്റു വിധികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ മറുപടി പറയുക എന്ന് പറയുന്നതായിരുന്നു ഇത്രയും ഏകദേശം 2 മണിക്കൂർ നീണ്ടുനിന്ന ഒരു വാദത്തിൽ പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. നാളെ ഇനി അത് തുടർവാദത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. അപ്പോൾ പ്രോസിക്യൂഷന്റെ വാദഗതികളായിരിക്കും അവതരിപ്പിക്കാൻ പോകുന്നത്. ഇന്ന് പ്രതിഭാഗം പറഞ്ഞ പ്രധാന കാര്യങ്ങളെന്ന് പറയുന്നത് ആചാരപരമായ കാര്യങ്ങളിൽ മാത്രമാണ് തന്ത്രിക്ക് ഇടപെടാനായിട്ട് കഴിയുക. അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിൽ തന്ത്രിക്ക് യാതൊരു പങ്കുമില്ല. അങ്ങനെയൊന്നും ഇടപെടാൻ കഴിയില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ട് പറഞ്ഞൊരു വാദം. അതിന് കാരണമെന്ന് പറയുന്നത് പ്രോസിക്യൂഷൻ പറയുന്നത് ഈ സ്വർണ്ണപ്പാളികളൊക്കെ കൊണ്ടുപോകുന്ന സമയത്തെല്ലാം തന്ത്രിയുടെ അറിവോടുകൂടെയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നുള്ള വാദങ്ങളൊക്കെയാണ് പ്രോസിക്യൂഷൻ നേരത്തെ തന്നെ കോടതിയെ അറിയിക്കുകയും ചെയ്തത്. അതായത് SITയുടെ റിപ്പോർട്ടായി അവതരിപ്പിക്കുകയും ചെയ്തത്. അപ്പോൾ മറുചോദ്യമായി പ്രതിഭാഗം ചോദിച്ചത്, അതായത് തന്ത്രിയുടെ ഭാഗമായി ചോദിച്ചതായിരുന്നു, അത്തരത്തിൽ തന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ അടുത്ത ബന്ധമുണ്ടായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് ഉയർന്ന സ്ഥാനങ്ങൾ തന്ത്രി പോറ്റിക്ക് നൽകിയില്ല, അല്ലെങ്കിൽ തന്നോടൊപ്പം നിർത്തിയില്ല? അപ്പോൾ അത്തരത്തിലുള്ള വാദങ്ങളൊന്നും ശരിയല്ല എന്നുള്ള രീതിയിലായിരുന്നു ഇന്നത്തെ വാദഗതികളൊക്കെ എന്തായാലും പോയത്. നാളെ 3 മണിയോടുകൂടെ വീണ്ടും വാദം കേൾക്കും. അതും ഒരുപക്ഷെ വളരെ നീണ്ടു നിൽക്കാനുള്ള ഒരു സാഹചര്യം തന്നെയാണ് കാണുക. ഇരുവാദങ്ങളും കേട്ടതിന് ശേഷമായിരിക്കും കോടതി ഒരു വിധി പറയുക. തന്ത്രിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ അറസ്റ്റിലായി 90 ദിവസം ആകാത്തത് കൊണ്ട് തന്നെ സ്വാഭാവിക ജാമ്യത്തിന് വേണ്ടിയുള്ള ഒരു സമയം ആയിട്ടില്ല. അതുകൊണ്ട് കോടതി ഇക്കാര്യങ്ങളിൽ വാദങ്ങൾ കേട്ടതിന് ശേഷം SIT റിപ്പോർട്ട് പരിഗണിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു വിധി പറയുക. മറ്റൊരു കാര്യം ഇന്ന് കോടതിയിൽ നടന്നതെന്ന് പറയുന്നത് മുൻ ദേവസ്വം കമ്മീഷണറായിട്ടുണ്ടായിരുന്ന N വാസു സമർപ്പിച്ച ജാമ്യ ഹർജി നാളെ വാദം കേൾക്കുന്നതിന് വേണ്ടി മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവിക ജാമ്യം, അതായത് 90 ദിവസം കഴിഞ്ഞതുകൊണ്ട് ജാമ്യത്തിനുള്ളൊരു അപേക്ഷയായിട്ടാണ് കോടതിയെ വാസു സമീപിക്കുകയും ചെയ്തത്. മഹേഷ്, ലിജോ റോളൻസ് ആണ് വിവരങ്ങൾ നൽകിയത്.